ATG രജിസ്ട്രേഷൻ 12A രജിസ്ട്രേഷൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് മെയിൻലി? കണ്ടീഷൻസ് ബേസിക്കലി ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന 3 വിധത്തിലുള്ള ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ സ്ഥാപിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർ പാൻ കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് പാൻ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ 12A രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ATG രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഗതിയല്ല, മറിച്ച് അവർക്ക് ഇൻകം ടാക്സിൽ നിന്നുള്ള പരിരക്ഷ ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻകം ടാക്സിൽ ഉള്ള ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നിർബന്ധിതമായിട്ടും അവർ ഈ രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ട്രസ്റ്റ് ആണെങ്കിൽ ട്രസ്റ്റ് ഡീഡ്, സൊസൈറ്റി ആണെങ്കിൽ മെമ്മറാണ്ടം ബൈലോ, സെക്ഷൻ 8 കമ്പനി ആണെങ്കിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് വെച്ചുകൊണ്ട് അതിനകത്ത് ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ട്രസ്റ്റീസ്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സ്, ഇവരുടെ പാൻ കാർഡും ആധാർ കാർഡും കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻകം ടാക്സിൽ ഫോം 10A ഫയൽ ചെയ്യും. ഈ ഫോം 10A ഫയൽ ചെയ്യുന്നത് പ്രൊവിഷണൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോം 10AC-യിലൂടെയാണ് അവർക്ക് ഈ രജിസ്ട്രേഷൻ ലഭിക്കുന്നത്. ഈ 10AC ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ കാലാവധി ഏകദേശം 3 വർഷമാണ്. ഈ 3 വർഷത്തെ കാലാവധിക്കുള്ളിൽ അവരവരുടെ ആക്ടിവിറ്റി തുടങ്ങുകയാണ് എങ്കിൽ, എന്നാണ് അവരവരുടെ ചാരിറ്റബിൾ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ആ ഡേറ്റ് മുതൽ വിത്തിൻ 6 months അവർ ആക്ച്വൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ഒരിക്കലും ഒരു ഫൈനൽ രജിസ്ട്രേഷൻ അല്ല. പക്ഷേ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കൊണ്ട് ട്രസ്റ്റിനും ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിന് എല്ലാവിധ ബെനിഫിറ്റ്സും, 12A-യുടെയും ATG-യുടെയും എല്ലാവിധ ബെനിഫിറ്റ്സും അവർക്ക് ലഭിക്കും. പക്ഷേ അവരവരുടെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 6 months അവർ ആക്ച്വൽ രജിസ്ട്രേഷൻ ഫോം 10B ഫയൽ ചെയ്ത് പുതിയൊരു ഫോം 10AC അവൈറ്റ് ചെയ്യും. ഈ ആക്ച്വൽ രജിസ്ട്രേഷൻ്റെ കാലാവധി 5 വർഷമാണ്. അതായത് ഇന്ന് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ 10AC ആക്ച്വൽ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ 5 വർഷത്തിൻ്റെ ഉള്ളിൽ അത് എക്സ്പയർ ആവും. അപ്പോൾ 5 വർഷം കഴിയുന്നതിന് മുമ്പ് അവർ വീണ്ടും ഇന്നത്തെ സാഹചര്യത്തിൽ വീണ്ടും 10AB ഫയൽ ചെയ്ത് അവരുടെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതാണ്. ഇപ്പോൾ 12A രജിസ്ട്രേഷനും ATG രജിസ്ട്രേഷനും കഴിഞ്ഞ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള ഓർഗനൈസേഷൻ നിയമപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 12A രജിസ്ട്രേഷനും ATG രജിസ്ട്രേഷനും ലഭിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഇൻകം ടാക്സ് ആക്ട് കംപ്ലൈ ചെയ്യാൻ വേണ്ടി അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ട് പറയാം. എല്ലാ ചാരിറ്റബിൾ ഓർഗനൈസേഷനും, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 12A രജിസ്ട്രേഷനും ATG രജിസ്ട്രേഷനും ലഭിച്ചു കഴിഞ്ഞ ഓർഗനൈസേഷൻ, ആ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അവരുടെ കണക്ക് കൃത്യമായി കീപ്പ് ചെയ്യുകയും അത് വാർഷിക അവസാനം ഓഡിറ്റ് ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സമർപ്പിക്കേണ്ടതുമാണ്. ഇതിന് പുറമെ ATG രജിസ്ട്രേഷനുള്ള ഒരു സ്ഥാപനം അവർക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ്, ആ കോൺട്രിബ്യൂഷൻസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കോൺട്രിബ്യൂഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡൊണേഷൻ, ആ ഡൊണേഷൻ്റെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ്, ഉദാഹരണത്തിന് ആരാണ് ഡൊണേഷൻ തന്നത്, അവരുടെ പാൻ കാർഡും ആധാർ കാർഡും കളക്ട് ചെയ്ത് വെക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷാവസാനം അവർക്ക് കിട്ടിയ മൊത്തം ഡൊണേഷൻ്റെ ലിസ്റ്റ് ഫോം 10BD എന്നുള്ളൊരു ഫോമിലൂടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കേണ്ട ബാധ്യത ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷനുണ്ട്. അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 31st May ആണ്. അപ്പോൾ 2 മാസം, സാമ്പത്തിക വർഷം അവസാനിച്ച് വിത്തിൻ 2 months ഈ ഫോം 10BD ഫയൽ ചെയ്യണം. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഡൊണേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് 2000 രൂപയിൽ കൂടുതലാണ് എങ്കിൽ അത് ഒരിക്കലും ക്യാഷിൽ ഡൊണേഷൻ ആക്സെപ്റ്റ് ചെയ്യരുത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ ക്യാഷിൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ രജിസ്ട്രേഷനെ തന്നെ അത് ബാധിക്കും. വേറൊരു കാര്യം, 12A രജിസ്ട്രേഷനുള്ള ഒരു സ്ഥാപനം അവരുടെ വരുമാനം, അവർക്ക് കിട്ടുന്ന ഡൊണേഷൻ്റെ ലെവൽ അനുസരിച്ച് അവർ ഫയൽ ചെയ്യേണ്ട ഓഡിറ്റ് റിപ്പോർട്ടിന് വ്യത്യാസമുണ്ട്. 5 കോടിയിൽ താഴെയുള്ള ഒരു സ്ഥാപനമാണ് എങ്കിൽ അവർ ഫോം 10BB എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ഫയൽ ചെയ്യേണ്ടത്. 5 കോടിക്ക് മുകളിലാണ് അവരുടെ ഡൊണേഷൻ, അങ്ങനെയുള്ളൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അവർ 10B എന്നുള്ള ഫോമാണ് ഫയൽ ചെയ്യേണ്ടത്. ഇത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്തിട്ട് വേണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സമർപ്പിക്കാൻ. വേറൊരു കാര്യം കൂടിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 5 കോടിയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, 5 കോടിയിൽ താഴെയുള്ളൊരു സ്ഥാപനമാണ്, പക്ഷേ
അവർക്ക് FCRA രജിസ്ട്രേഷനും കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് 10B തന്നെയാണ്. താങ്ക് യു സർ. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിലൂടെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സാന്റ. വരും എപ്പിസോഡുകളിൽ നമുക്ക് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിൻ്റെ TDS പ്രൊവിഷൻസിനെ കുറിച്ചും GST പ്രൊവിഷൻസിനെ കുറിച്ചും കൂടുതൽ ചർച്ച ചെയ്യാം. താങ്ക് യു.